നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ഏപ്രിൽ 23 ബുധൻ. വളരെ സങ്കടകരമായ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം, 28 സഞ്ചാരികളെ വെടിവെച്ചു കൊന്നു. സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് റെസിസ്റ്റന്റ് ഫ്രണ്ട്. കൂട്ടക്കൊല അനന്തനാഗിലെ പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ. കൊല്ലപ്പെട്ടവരിൽ വിദേശികളും. സൗദി സന്ദർശനം റദ്ദാക്കിയ പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകര ആക്രമണത്തിൽ ഒരു മലയാളിയും 2 വിദേശികളുമടക്കം 28 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടു. എറണാകുളം പാലാരിവട്ടം മാമംഗലം മോഡേൺ ബ്രെഡ് ഫാക്ടറിക്ക് സമീപം മാങ്ങാട്ട് റോഡിൽ നിരഞ്ജനം രാമേന്ദ്രൻ 65 കൊല്ലപ്പെട്ട മലയാളി. സൈനിക വേഷത്തിലെത്തിയ ഭീകരർ വിനോദസഞ്ചാരികളെ തെരഞ്ഞു പിടിച്ച് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ സന്ദർശനത്തിനിടെയാണ് ഭീകരാക്രമണം. രാമേന്ദ്രനും കുടുംബവും തിങ്കളാഴ്ചയാണ് കാശ്മീരിലേക്ക് തിരിച്ചത്. മകൾ ആരതിയുടെ മുന്നിൽ വെച്ചാണ് ഭീകരർ വെടിവെച്ചത്. ഷീലയാണ് ഭാര്യ. മകൻ അരവിന്ദ്. മരിച്ചവരിൽ കൊച്ചിയിലെ നേവി ഉദ്യോഗസ്ഥൻ ഹരിയാന സ്വദേശിയായ വിനയ് നർവാളും ഭാര്യ ഹിമൻ ഷിമയുമുണ്ട്. ജീവൻ വേണോ സ്ഥലം വേണോ? ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട തിരൂരിൽ നിന്നുള്ള സംഘം തൊട്ടു മുൻപ് അരുവാലിയിൽ എത്തിയപ്പോൾ ജഡ്ജിമാർ സുരക്ഷിതർ. തകർന്നത് കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിച്ചെന്ന കേന്ദ്രത്തിൻ്റെ അവകാശവാദം. കേന്ദ്രത്തിന് ഒഴിയാനാകില്ല MA ബേബി. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. നിരപരാധികളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. ജമ്മു കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിച്ചുവെന്നും ഭീകരാക്രമണങ്ങൾ ഇല്ലാതായെന്നുമുള്ള പൊള്ളയായ അവകാശവാദമാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമെല്ലാം നടത്തിവരുന്നത്. ഇവ എത്രമാത്രം അടിസ്ഥാനരഹിതമാണെന്ന് കൂടി വ്യക്തമാക്കുന്നതാണ് ഈ ഭീകരാക്രമണം. ജമ്മു കാശ്മീരിൽ തുടരുന്ന വിനാശകരമായ നയസമീപനം കേന്ദ്ര BJP സർക്കാർ അവസാനിപ്പിക്കണം. കാശ്മീരിലെ ജനങ്ങളെ ആകെ വിശ്വാസത്തിലെടുത്ത് പ്രശ്നങ്ങൾക്ക് അതിവേഗം രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താൻ കേന്ദ്രം തയ്യാറാകണം MA ബേബി ആവശ്യപ്പെട്ടു. മറ്റൊരു ദുഃഖവാർത്ത. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചെന്ന് പോലീസ്. ഓഡിറ്റോറിയം ഉടമയും ഭാര്യയും വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ടു. വിജയകുമാറിൻ്റെ മകൻ ഗൗതമിനെ 2017 ദുരൂഹ സാഹചര്യത്തിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കോട്ടയം തിരുനക്കരയിലെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സത്തിൽ വിജയകുമാർ 64 ഭാര്യ ഡോക്ടർ മീര 60 വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. തിങ്കൾ രാത്രിയിൽ അക്രമി വീട്ടിൽ അതിക്രമിച്ച് കയറി കൊല നടത്തുകയായിരുന്നുവെന്ന് ജില്ലാ പോലീസ് പറഞ്ഞു. പുലർച്ചെ ജോലിക്കാരി എത്തിയപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത്. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചെന്നും ഉടൻ പിടിയിലാകുമെന്നും ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ് പറഞ്ഞു. മാർപ്പാപ്പയുടെ കബറടക്കം 26-ന്. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടക്കം ശനി രാവിലെ 10-ന് ഇന്ത്യൻ സമയം 1:30 പകൽ. വത്തിക്കാനിൽ ഉണ്ടായിരുന്ന കർദിനാൾമാർ യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് അടക്കം ചെയ്യുക. ലളിതമായ ചടങ്ങുകൾ മതിയെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണപത്രം പുറത്തുവിട്ടു. AKG സെന്റർ ഉദ്ഘാടനം ഇന്ന്. CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസിനായി നിർമ്മിച്ച AKG സെന്റർ ബുധൻ വൈകിട്ട് 5-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ലീഗ് പിന്മാറ്റം ദൗർഭാഗ്യകരം. കൽപ്പറ്റ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള സർക്കാർ ടൗൺഷിപ്പിൽ നിന്ന്
മുസ്ലിം ലീഗ് പിന്മാറിയത് ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൽപ്പറ്റയിൽ ക്ഷണിക്കപ്പെട്ടവരുടെ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടത്തിയത് GST ഇന്റലിജൻസ് വിഭാഗം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS അനുതാജിന്റെ ശൂരനാട് വടക്ക് തെക്കേമുറിയിലെ വീട്ടിലും സ്ഥാപനങ്ങളിലും GST ഇന്റലിജൻസ് വിഭാഗം റെയ്ഡ് നടത്തി. ചൊവ്വാഴ്ച രാവിലെ 9-ന് ആരംഭിച്ച റെയ്ഡ് വൈകിട്ട് 6 വരെ നീണ്ടു. തിരുവനന്തപുരം, കോട്ടയം യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥരാണ് ആദ്യം റെയ്ഡിനെത്തിയത്. വീട്ടിലെ പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരും അനുതാജിന്റെ അനുയായികളും തമ്മിൽ തർക്കമായി. ഇതോടെ GST എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ കൂടുതൽ ഉദ്യോഗസ്ഥരും ശൂരനാട്, ശാസ്താംകോട്ട, പുത്തൂർ സ്റ്റേഷനുകളിൽ നിന്ന് പോലീസും സ്ഥലത്തെത്തി. CPIM ബ്രാഞ്ച് സെക്രട്ടറിയുടെ കൊലപാതകം. ടെനി ജോപ്പൻ വാഹനമോടിച്ചത് അമിത വേഗത്തിൽ. ജോപ്പൻ മദ്യലഹരിയിലെന്ന് കണ്ടെത്തൽ. സോളാർ കേസിലെ വിവാദ നായകന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായിരുന്ന വെണ്ടാർ മനക്കര വീട്ടിൽ ടെനി ജോപ്പന്റെ മദ്യലഹരിയിലുള്ള ചേറിപ്പായൻ തകർത്തെറിഞ്ഞത് നാടിൻ്റെയാകെ പ്രതീക്ഷയെ. തിങ്കൾ വൈകിട്ട് 6:30 കൊട്ടാരക്കര പുത്തൂർ റോഡിൽ അവണൂർ കശുവണ്ടി ഫാക്ടറി സമീപം നടന്ന അപകടത്തിലാണ് CPIM ഇഞ്ചക്കാട് ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി ഇഞ്ചക്കാട് തിരുവാതിരയിൽ ഷൈൻ കുട്ടന് ദാരുണാന്ത്യം സംഭവിച്ചത്. ലോകം വിതുമ്പി. മാർപ്പാപ്പ ജിഹാദിയെന്ന് വർഗീയ വിഷം ചീറ്റി ക്രിസംഖികൾ. മാർപ്പാപ്പയെ ജിഹാദിയെന്നും കമ്മ്യൂണിസ്റ്റെന്നും കുറ്റപ്പെടുത്തി അധിക്ഷേപവുമായി കാസ അനുകൂലികളായ ക്രിസംഖികൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കം ചെയ്യും മുമ്പാണ് ഇവരുടെ വർഗീയ വിഷം ചീറ്റുന്ന പരാമർശങ്ങൾ. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വലിയ ഇടയനെതിരെ നിന്ദാവചനങ്ങൾ വർഷിച്ചത്. മാർക്കാക്ക, ചെഗുവരപ്പാൻ തുടങ്ങിയ പേരുകളും കാസക്കാർ പാപ്പയ്ക്ക് ചാർത്തിയിട്ടുണ്ട്. കേരളം രചിക്കുന്ന അധ്യായം. പുതിയ കാലത്തെ വെല്ലുവിളികളും ഉത്തരവാദിത്വങ്ങളും കൂടുതൽ കാര്യക്ഷമമായി ഏറ്റെടുക്കുന്നതിനാണ് പുതിയ ആസ്ഥാനം. ദേശാഭിമാനി എഡിറ്റോറിയൽ. നവകേരളം സൃഷ്ടിച്ച് LDF സർക്കാർ. LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ 9ാം വാർഷികം കൂടിയാണിത്. 2016-ൽ അധികാരത്തിൽ വന്ന LDF സർക്കാരിന്റെ തുടർച്ചയാണ് ഈ ഭരണം. LDF മുന്നോട്ട് വെച്ച നവകേരള സൃഷ്ടിയുടെ പൂർത്തീകരണ ഘട്ടത്തിലാണ് വാർഷികാഘോഷം. നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള സോഷ്യൽ ഓഡിറ്റിങ്ങിനാണ് തിങ്കളാഴ്ച കാസർഗോഡ് കാലിക്കടവിൽ തുടക്കം കുറിച്ചത്. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്ന കാഴ്ചപ്പാടിലാണ് സർക്കാർ അതിന്റെ പ്രവർത്തനം. സർക്കാർ ഒപ്പമിട്ടെന്ന വാഗ്ദാനം വെറും വാക്കല്ല, ജനങ്ങളുടെ ബോധ്യമാണ് ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ കരുത്താകുന്നത്. അസാധ്യമെന്ന് കരുതിയ പലതും സാധ്യമാക്കിയ സർക്കാരാണിത്. ഗെയിൽ പൈപ്പ് ലൈൻ, മലയോര ഹൈവേ, തീരദേശ പാത, വാട്ടർ മെട്രോ, സിറ്റി ഗ്യാസ്, KFON, വ്യവസായ ഇടനാഴി, ദേശീയ ജലപാത തുടങ്ങിയ ഭാവനാപൂർണമായ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദമാക്കിയെന്നത് എടുത്തു പറയേണ്ടതാണ്.